Dear students, welcome to English class. Today we enjoy a poem Rise by Chammanan Chakko, translated by great Malayalam poet Ayyappa Panikar. Rise poem part 3. Then we have already covered part 1 and part 2. Just remind it what the poem says about. എന്താണ് ഈ കവിത പറയുന്നത്? എ യങ് മാൻ ഓഫ് മിഡിൽ കേരള, മധ്യ തിരുവിതാംകൂറിൽ നിന്നും വടക്കേ ഇന്ത്യയിലേക്ക് ഉപരിപഠനത്തിന് പോയ ഒരു യുവാവ്, ഡൂയിങ് റിസർച്ച് വർക്ക് അറ്റ് നോർത്ത് ഇന്ത്യ, വടക്കേ ഇന്ത്യയിൽ റിസർച്ച് വർക്ക് ചെയ്യുന്നു, മേ ബി PhD. Make toys from husk. So the topic is make toys from husk. Husk, ഉമിയിൽ നിന്നും കളിപ്പാട്ടമുണ്ടാക്കുക. That is his topic. Eager to eat Kerala rice. കുറേ വർഷമായി അവിടെ താമസിക്കുന്നു, അതുകൊണ്ട് ബോറിംഗ് ചപ്പാത്തീസ്, ചപ്പാത്തി കഴിച്ച് വിരസമായ ജീവിതം. Then he is returning to Kerala. How? Eager to eat Kerala rice. We have already learned Atikara rice. അവൻ്റെ മനസ്സിൽ, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സ്വാധീനം ചെലുത്തിയ രുചി, അവിടെ ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന ആ അരി, മധ്യ തിരുവിതാംകൂറിലെ പുഞ്ചപ്പാടത്ത് വിളയുന്ന അത്തിക്കര അരി. Returns with the hope of seeing paddy field. നാട്ടിൽ വന്നിറങ്ങുമ്പോൾ അവിടെ വിളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടം, അല്ലെങ്കിൽ കൊയ്ത്ത് കഴിഞ്ഞിട്ട് അവിടെ ഞാറ് നടുന്ന നെൽപ്പാടം, അവിടെ കാളകൾ, മൂരി, ഉഴുവുകാർ, അതുപോലെ തന്നെ ഞാറ് നടുന്നവർ, ഒരു വശത്ത് കൊയ്ത്തുപാട്ട്, മറ്റൊരു വശത്ത് നാട്ടിപ്പാട്ട്. So the nostalgic thoughts of his childhood, കുട്ടിക്കാലത്തെ ആ ഗൃഹാതുരത്വ ചിന്തകൾ, nostalgic feelings. But ഇതൊക്കെ ഡ്രീംസാണ്. He is traveling by train to Kerala. But what happens? Finally he reaches at Kerala. Full of changes. നിറയെ മാറ്റങ്ങളാണ്. Time has changed everything. Time is a change creator. മാറ്റത്തിൻ്റെ സൃഷ്ടാവാണ് കാലം, സമയം. Full of changes. Field has already disappeared. That paddy field, ആ നെൽമയിൽ അപ്രത്യക്ഷമായിരിക്കുന്നു. മാത്രമോ, full of changes, field has already disappeared. No paddy. വയലിൽ നെല്ലില്ല, വയൽ പോലുമില്ല, കൊയ്ത്തുപാട്ടില്ല, മൂരി, കാള, ആരുമില്ല, ഒന്നുമില്ല. ആ കാലത്തിൻ്റെ, ദാറ്റ് ഈസ് വാട്ട് വി കോൾ ഇറ്റ് ഫ്രറ്റേണിറ്റി, ആ പൈതൃകത്തിൻ്റെ അപ്രത്യക്ഷമാകൽ, അതാണ് നൊസ്റ്റാൾജിക് തോട്ട്സിലൂടെ കൊണ്ടുവരുന്നത്. നോ പാഡി, ഓൺലി റബ്ബർ പ്ലാന്റ്സ്. Time changed everything. That culture has already been changed. Kerala culture, cultivating culture. Then that paddy field, that crop has been gone. Cash crop, പണം കൊണ്ടുവരുന്ന ചില വിളകളുണ്ട്, നാണ്യവിളകൾ. അതിലൊന്നാണ് റബ്ബർ. ആ റബ്ബറാണ്, only rubber plants. Even the old farmer, ആ പഴയ കർഷകൻ, അദ്ദേഹത്തിൻ്റെ പിതാവാണ്. He has also been changed. അദ്ദേഹവും മാറിപ്പോയിരിക്കുന്നു. And he is not a farmer now. He is a planter. ഇപ്പോഴും ഫാർമറല്ല, പ്ലാന്ററാണ്. കർഷകനല്ല, തോട്ടം മുതലാളിയാണ്, തോട്ടം ഉടമയാണ്. So let us come to the third part.
യെസ്, മൈ ഫാദർ സേസ് വിത്ത് ഒബീവിയസ് പ്രൈഡ്. വീട്ടിലെത്തി. അതാ റബ്ബർ പാലുകൊണ്ട് റബ്ബർ ഷീറ്റുണ്ടാക്കുന്ന യന്ത്രം. ആ യന്ത്രം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെരി നിയർ ടു ദാറ്റ്, അതിനടുത്തായിട്ടതാ അച്ഛൻ. മൈ ഫാദർ, ഹി സേസ് വിത്ത് ഒബീവിയസ് പ്രൈഡ്, ഹി ഈസ് പ്രൗഡ് ഓഫ് സേയിങ് ഇറ്റ്. അദ്ദേഹം അഭിമാനത്തോടു കൂടി പറയുന്നു. എന്തോ പറയുന്നു. ഇനി എന്താണ് പറയുന്നത്? സൺ, വി ഹാവ് സ്റ്റോപ്ഡ് വർക്കിംഗ് ഓൾ ദി റൈസ്. മോനെ, ആ പണി അങ്ങ് നിർത്തി. നെല്ലുണ്ടാക്കുന്ന പ്രവൃത്തി അങ്ങ് നിർത്തി. സ്റ്റോപ്ഡ് ഇറ്റ്. സങ്കടത്തോടു കൂടിയല്ല, നോട്ട് വിത്ത് സോറോ ബട്ട് വിത്ത് ഹാപ്പിനെസ്, മോറോവർ ദാൻ വിത്ത് പ്രൈഡ്. അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്. മോനെ, ഇപ്പോഴാ പണിയില്ല ഇവിടെ. ഇറ്റ് വാസ് ക്വൈറ്റ് ഇൻകൺവീനിയൻറ്റ്. എന്ത് കാര്യം നെല്ലുണ്ടാക്കിയിട്ട്? ഇൻകൺവീനിയൻറ്റ്, അസൗകര്യം മാത്രം. നോ കൺവീനിയൻസ്, ഒരു സൗകര്യമില്ല. നെല്ലുണ്ടാക്കാനുള്ള സൗകര്യം മാത്രമല്ല, അതുകൊണ്ട് മനുഷ്യന് ജീവിക്കാൻ സൗകര്യമില്ല. സോ ഇറ്റ്സ് എ ഇൻകൺവീനിയൻറ്റ് മാറ്റർ, നോട്ട് ആക്സെപ്റ്റബിൾ. സ്വീകാര്യമായതല്ല, അൺആക്സെപ്റ്റബിൾ, അസ്വീകാര്യമായ ഒരു പ്രക്രിയയായിരുന്നു അത്. നോക്കൂ, ഇറ്റ് വാസ് ക്വൈറ്റ് ഇൻകൺവീനിയൻറ്റ്. ദ ഫാർമർ ഗെയിൻ നത്തിങ്. വാട്ട് ദ യൂസ് ഓഫ് ഇറ്റ്? മോനെ, നെല്ലുണ്ടാക്കിയിട്ട് എന്താ കാര്യം? വാട്ട് വി ഗെറ്റ്? എന്താ കിട്ടുക? നത്തിങ്, ഒന്നുമില്ല. ഓൺലി സോറോസ്, സഫറിങ്സ്, പോവർട്ടി, ദുരിതം, കഷ്ടപ്പാടോ, ദാരിദ്ര്യവും. വൈ വി വാണ്ട് ടു ടേക്ക് ദാറ്റ് ട്രബിൾ? എന്തിനാ ബുദ്ധിമുട്ടെടുത്ത് തലയിൽ വെക്കണം? സോ ഐ സ്റ്റോപ്ഡ് ഇറ്റ്. അതുകൊണ്ട് മോനെ, ഞാനതങ്ങ് നിർത്തിക്കളഞ്ഞു നെല്ലുണ്ടാക്കുന്ന പരിപാടി. ഓൺലി ഫൂൾസ് ടെൻഡ് ടു റൈസ് ഫാമിംഗ് ഫോർ ഗെയിൻ. വിഡ്ഢികളെ അപ്പണി ചെയ്യുള്ളൂ. ദാറ്റ് മീൻസ് ഫാമിംഗ് റൈസ്. ജസ്റ്റ് ദ വർക്ക് ഓഫ് ഫൂൾസ്. ഐ ആം നോട്ട് എ ഫൂൾ. ഐ കനോട്ട് ബി എ ഫൂൾ. എനിക്കിനി വിഡ്ഢിയാകാൻ കഴിയില്ല. ഞാൻ വിഡ്ഢിയല്ല. യൂസ്ലെസ് വർക്ക്, ഒരു ഗുണവുമില്ലാത്ത, വർത്ത്ലെസ് വർക്ക്, ഒരു ഗുണവുമില്ലാത്തൊരു പ്രവൃത്തി. വൈ ഐ വോണ്ട് ടു ഡു ദാറ്റ്? ഞാൻ എന്തിനാണ് ആ പണിയെടുക്കേണ്ട കാര്യം? ദാറ്റ് ഫൂളിഷ് ആക്ടിവിറ്റി, ആ വിഡ്ഢിത്തപ്പണി. സോ ഐ സ്റ്റോപ്ഡ് ഇറ്റ്. ഞാൻ അങ്ങോട്ട് നിർത്തി. എന്നിട്ട് ദിസ് ഈസ് ബെറ്റർ മണി. പണം കിട്ടും ഈ പരിപാടി കൊണ്ട്. വാട്ട് ഗുഡ് ടൈംസ്. ഇപ്പം നല്ല കാലമാണ്. വാട്ട് എ ബാഡ് ടൈം ഇറ്റ് വാസ്. അതെന്തൊരു കഷ്ടപ്പാടിൻ്റെ കാലമായിരുന്നു. ഏർലി മോർണിംഗ് ഐ ഹാവ് ടു വേക്ക് അപ്പ് ആൻഡ് ഗോ ടു ദ ഫീൽഡ് and up to sunset I have to work there, and not on me, ഞാൻ മാത്രമല്ല, many others, and what to pay, whatever we have we give them. കയ്യിലുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക. വാട്ട് വി ഗെറ്റ്, നമുക്ക് എന്ത് കിട്ടുന്നു? നത്തിങ്. എ ഫാർമർ ഡസൻറ്റ് ഗെറ്റ് എനിത്തിങ്. ഒരു കർഷകൻ ഒന്നും കിട്ടുന്നില്ല ബൈ ഗ്രോയിങ് ദിസ് പാഡി. സോ ഐ സ്റ്റോപ്ഡ് ഇറ്റ്. വിത്ത് പ്രൈഡ് ഹി സേസ്. അഭിമാനത്തോടു കൂടി പറയാണ്. നൗ ഐ ആം വെരി ഹാപ്പി, ഐ ആം കണ്ടന്റഡ്, ഐ ആം സാറ്റിസ്ഫൈഡ്, ഐ ആം ഹാപ്പി, ഐ ഹാവ് മണി. Then the government gives rice to those who don't have paddy field. നെല്ല് വയലും ഇല്ലെങ്കിൽ എന്താടോ പ്രശ്നം? സർക്കാർ അരി തരില്ലേ? വി ഗെറ്റ് റൈസ്, റേഷൻ റൈസ് ഈച്ച് ആൻഡ് എവരി വീക്ക്. എല്ലാ ആഴ്ചയും സഞ്ചി എടുത്ത് റേഷൻ കടയിൽ പോയാൽ മതി. ഫ്രം ദർ വി ഗെറ്റ് റൈസ് വാട്ട് വി വാണ്ട്. ഓർ ഇഫ് യു വാണ്ട് മോർ വി ക്യാൻ ഗോ ടു ദ മാർക്കറ്റ്. ഇനി കൂടുതൽ വേണമെങ്കിൽ മാർക്കറ്റിൽ പോയി വാങ്ങാം. ദർ ഈസ് റൈസ്. അവിടെ അരിയുണ്ട്. സോ വാട്ട് ദ യൂസ് ഓഫ് ഇറ്റ്? ട്രബിളിങ്. സോ ഇങ്ങനെ ബുദ്ധിമുട്ടിയിട്ട് എന്താണ് കാര്യം? So I stopped that. So this stanza says about the attitude of the father towards the paddy field and the paddy growing. നെൽ വയലിനെക്കുറിച്ചും നെൽ ഉൽപ്പാദനത്തെക്കുറിച്ചും പഴയ തലമുറയിലെ ആ കർഷകൻ്റെ വർത്തമാനകാല കാഴ്ചപ്പാടിനെ പറ്റിയാണ് ഈ പാരഗ്രാഫ് പറഞ്ഞത് സറ്റാരിക്കലി. പക്ഷേ റേഷൻ കടയിൽ നിന്ന് കിട്ടണമെങ്കിൽ, മാർക്കറ്റിൽ നിന്ന് കിട്ടണമെങ്കിൽ ഈ സാധനം ഏത് ഫാക്ടറിയിൽ ഉണ്ടാക്കുമെന്ന് അച്ഛനറിയില്ല. നെല്ല് ഇവിടുന്ന് ഉണ്ടാവുക എന്നുള്ളത്, അത് മണ്ണിലുണ്ടാവണ്ടേ, ആരെങ്കിലും ഉണ്ടാക്കണ്ടേ. യെസ്, ദാറ്റ് ഈസ് ദ സെറ്റയർ. നെക്സ്റ്റ് സ്റ്റാൻസ.
നോക്കൂ, ദ ഗവൺമെൻറ് ഗിവ്സ് റൈസ് ടു ദിയോസ് ഹു ഡോണ്ട് ഹാവ് പാഡി ഫീഡ്. അങ്ങനെയാണെങ്കിൽ മൈ ലിറ്റിൽ ബ്രദർ റൺസ് ടു മീറ്റ് മീ. അതാ അനിയൻ, അവൻ ഞാറും അതിൻ്റെ കറ്റയും പിടിച്ച് വരമ്പത്തുണ്ടാകുമെന്നാണ് കരുതിയത്. പക്ഷെ ഇപ്പോഴെന്താണ് അവൻ ചെയ്ത് നോക്കൂ. മൈ ലിറ്റിൽ ബ്രദർ റൺസ് ഇൻ ടു മീറ്റ് മീ. എന്നെ കണ്ടെന്നു അനിയനോടി വന്നു. ഐ ഈഗർ ടു ഹാവ് എ ഫുൾ മീൽ ഓഫ് അത്തിക്കര റൈസ്. എന്നെ എപ്പോഴും വിളിച്ചു കൊണ്ടുപോകും. ഏട്ടാ ഉണ്ണാൻ വന്നോളൂ, നമ്മുടെ ആ ചോറുണ്ട് എന്ന് വിളിച്ചു കൊണ്ടുപോകാൻ അനിയൻ ഇപ്പോൾ എത്തുമെന്ന് വിചാരിച്ചു. അനിയൻ വന്നു. പക്ഷേ അത്തിക്കര റൈസ് ഉണ്ണാനുള്ള പൂതി അങ്ങ് മാറ്റിവെച്ചാൽ മതി. നോ അത്തിക്കര റൈസ്. റൈസ് അരിയുണ്ട്. പുഞ്ചപ്പാടത്ത് വിളയുന്ന അത്തിക്കര റൈസ് ഇല്ല, മോഡൻ ഇല്ല, വെള്ളാറിനില്ല, കേരള റൈസേ അല്ല. ഇത് കണ്ടോളൂ. ഹീ ഈസ് ക്യാരിങ് ദ റേഷൻസ് ഫോർ ദ ഹോൾ ഹൗസ് ഹോൾഡ്. 2 സഞ്ചിയും തൂക്കി വരികയാണ്. ഒരു സഞ്ചിയിൽ ഗോതമ്പ്, ഒരു സഞ്ചിയിൽ അരി. വീട്ടുകാർക്ക് കഴിക്കാനുള്ളത് ചപ്പാത്തി നിന്ന് മടുത്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. എഗെയിൻ ഹിയർ വീറ്റ്, ചപ്പാത്തി. പടവേടിച്ച് പന്തളത്ത് ചെന്നപ്പം പന്തവും കുത്തിപ്പട എന്ന് പറഞ്ഞതുപോലെ ചപ്പാത്തി നിന്ന് മടുത്ത് നോർത്ത് ഇന്ത്യയിൽ നിന്നും സൗത്ത് ഇന്ത്യയിലെത്തിയപ്പോൾ, കേരളത്തിലെത്തിയപ്പോൾ, തിരുവിതാംകൂറിലെത്തിയപ്പോൾ എഗെയിൻ ചപ്പാത്തി. കണ്ടോളൂ. He is carrying the rations for the household, whole household. All means full. He trips over something and scatters the wheat all over the yard. സഞ്ചി പൊട്ടിയിട്ട് അതിൽ കൂടെ മുറ്റത്തിങ്ങനെ ഗോതമ്പ് ചൊരിയുന്നുണ്ടായിരുന്നു. അതാണ് മനസ്സിലായത് ഗോതമ്പാണെന്ന്. ഒരുപക്ഷെ മറ്റേ സഞ്ചിയിൽ അരിയുണ്ടാവും, റേഷൻ. മെയിൻലി ഗോതമ്പ് തന്നെയാണ് വരുന്നത്. സോ പാഡി ഹാസ് ഗോൺ, റൈസ് ഹാസ് ഗോൺ, അത്തിക്കര റൈസ് ഹാസ് ഗോൺ, മോഡേൺ ഹാസ് ഗോൺ, വെള്ളാരൻ ഹാസ് ഗോൺ. That ancient culture is gone, ancient taste is gone, that nostalgia remains. So now this young man has also to change. ഈ മനുഷ്യൻ തയ്യാറെടുക്കേണ്ടിയിരിക്കുന്നു. അത്തിക്കര റൈസ് തിന്നാനുള്ള പൂതി മാറ്റിവെക്കേണ്ടിയിരിക്കുന്നു. ചപ്പാത്തി കഴിക്കാൻ തയ്യാറാകേണ്ടിയിരിക്കുന്നു. ടൈം ഹാസ് മെയ്ഡ് ഹിസ് ഫാദർ ആൻഡ് അതേഴ്സ് സോ. കാലം അച്ഛനെയും മറ്റുള്ളവരെയും അപ്രകാരത്തിൽ മാറ്റിയിരിക്കുന്നു. നെക്സ്റ്റ് സ്റ്റൻസ. Above us a ship of the sky rose northwards and he is slowly coming to his house. എന്തൊക്കെയോ മനസ്സിൽ ഭാരമായി നിൽക്കുന്നു. ആ ഭാരത്തോടു കൂടി, ഭാരം ഇറക്കി വെക്കാനാണ് ഇവിടെ വന്നത്. ഫസ്റ്റ് ഇയറിൽ +1 ക്ലാസ് നമ്മൾ പഠിച്ചിട്ട് ഹൊറുകലു അത്താണി, ഭാരം ഇറക്കി വെക്കുന്നത്. ആക്ച്വലി ഹിസ് ഹൗസ് വാസ് ഹിസ് കേരള, വാസ് ഹിസ് നാറ്റീവ് പ്ലേസ്, വാസ് ഹിസ് ഹൊറുകലു. ആ ഭാരം, മനസ്സിലെ അസ്വസ്ഥതയുടെ ഭാരം, അകന്ന് ജീവിച്ചതിൻ്റെ ഭാരം, ഈ മോഡേൺ ലൈഫിൻ്റെ ഭാരം, അതുപോലെ തന്നെ വീറ്റ് ചപ്പാത്തി കഴിച്ചതിൻ്റെ ബോറിങ്, ഇതൊക്കെ ഇറക്കി വെക്കാനായിട്ട് വന്ന ആ യുവാവിന് വാട്ട് ഹി ഹാസ് ടു ഫേസ്. ഇപ്പോഴിതാ ആകാശത്ത് കൂടെ ഒരു വിമാനം പറക്കുന്നു. തെക്കേ ഇന്ത്യയിൽ നിന്നും വടക്കേ ഇന്ത്യയിലേക്ക് പോവുകയാണ്. അതാണ് ദ ഷിപ്പ് ഓഫ് ദ സ്കൈ, ദാറ്റ് ഈസ് എയ്റോപ്ലെയിൻ. ഡ്രൗണിങ് മൈ ബ്രദേഴ്സ് ലൗഡ് ക്രൈസ്. എൻ്റെ അനിയൻ്റെ ശബ്ദം അതിൽ മുങ്ങിപ്പോയി, ആ വിമാനത്തിൻ്റെ ശബ്ദത്തിൽ. ആൻഡ് വാട്ട് ദ ഇമ്പാക്റ്റ് ഓഫ് ദിസ് വിമാനം ഹിയർ. ഈ വിമാനത്തിന് ഇവിടെ കൊണ്ടുവന്നതിൻ്റെ സാങ്കത്യം എന്താണെന്ന് നോക്കാം. എന്തിനാണ് ഈ വിമാനം പറഞ്ഞത്? ദ ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് ലൈക്ക് ആൻ ആരോ ടു ദ സെൻറ്റർ. മുഖ്യമന്ത്രി പറക്കാണ് വടക്കോട്ട്, ഡൽഹിക്ക്. അരി തരൂ, കേരളക്കാർക്ക് ഞങ്ങൾക്ക് ഉണ്ണാനായിട്ട് കുറച്ച് അരി തരൂ. ചോദിക്കാൻ പോവാണ്, റിക്വസ്റ്റാണ്. ഹൂസ് റിക്വസ്റ്റ്? ചീഫ് മിനിസ്റ്റേഴ്സ് റിക്വസ്റ്റ്.
ഫ്രം കേരള ഹി ഗോസ്. വണ്ടിക്കൊന്നല്ല, പറക്കുകയാണ് വിമാനത്തിൽ, ആകാശത്തിലൂടെ. ആ ആകാശത്തിലൂടെ പറക്കുന്ന വിമാനത്തിൻ്റെ ശബ്ദത്തിൽ അനിയൻ്റെ നേരത്തെ ശബ്ദം മുങ്ങിപ്പോയി. നോ റൈസ്, അരിയില്ല, റേഷൻ കടയിലില്ല. റേഷൻ കടയിലേക്ക് അരി കൊടുക്കാനായിട്ട് മുഖ്യമന്ത്രി വടക്കോട്ട് ആകാശമാർഗേന പറക്കുന്നു. അഗെയിൻ സറ്റയർ. നോക്കൂ, the chief minister's off, മൂപ്പര് off goes like an arrow. അമ്പ് വിട്ട മാതിരിയാണ് പോകുന്നത്. to the center to clamor for more grains, to claim for more grains. കുറച്ച് കൂടെ വേണം, കുറച്ചുകൂടെ വേണം, 10 ലോഡ് കൂടെ വേണം, ഇത്ര ടണ്ണൂടെ വേണം. റിക്വസ്റ്റാണ്, ഹംബിൾ റിക്വസ്റ്റ്. താഴ്മയോടുകൂടി കെഞ്ചി ചോദിക്കാൻ പോവുകയാണ്. ഗ്രെയിൻസ്, ധാന്യത്തിന്. നൗ ഫ്ലൈയിങ് ബാക്ക്. അങ്ങനെ പോയതോ അങ്ങനെ തിരിച്ച് വരുന്നതാണ്. വിമാനത്തിലാണ് പോക്ക്. സോ എവരിബഡി ഹാസ് ചേഞ്ച്ഡ്. എല്ലാവരും മാറിപ്പോയിരിക്കുന്നു. റിക്വസ്റ്റാണ് ഇപ്പോഴും. ഓൾ ഓഫ് us റിക്വസ്റ്റ്. നമ്മളൊക്കെ റിക്വസ്റ്റ് തന്നെ. റിക്വസ്റ്റ് ഫോർ ജോബ്, റിക്വസ്റ്റ് ഫോർ അഡ്മിഷൻ, റിക്വസ്റ്റ് ഫോർ ഹെൽപ്പ്, റിക്വസ്റ്റ് 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 എവരിവെയർ റിക്വസ്റ്റ്. ടു ഹൂം? ആരോടാണ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുക? നോക്കൂ, അപ്പോൾ ദ ക്യാഷ് ക്രോപ്സ് കേട്ടോ, പറക്കുന്ന നെൽവയലുകൾക്ക് മുകളിൽ കൂടെയല്ല വിമാനം പറക്കുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു വരുന്നു. ക്യാഷ് ക്രോപ്സിന് മുകളിൽ കൂടിയാണ്, ആ റബ്ബർ തോട്ടത്തിന് മുകളിൽ കൂടിയാണ്, അല്ലെങ്കിൽ അതുമാതിരിയുള്ള മറ്റ് ഈ നാണ്യവിളകൾക്ക് മുകളിൽ കൂടിയാണ്. ആ നാണ്യവിളകൾ ഭക്ഷിച്ചത് കൊണ്ട് കുറേ ഏലമോ അല്ലെങ്കിൽ റബ്ബറോ അല്ലെങ്കിൽ അതേമാതിരി കോഫിയോ ടീയോ അത് കഴിച്ചത് കൊണ്ട് മാത്രം നമുക്ക് ജീവിക്കാനാവില്ല. സോ ദിസ് ഇസ് ദ ലാൻഡ് ഓഫ് റൈസ്. Kerala is the land of rice. Palakkad is the land of rice. Kuttanad is the land of rice. Each and every place, even Malappuram, Kozhikode, Kannur, all these places are the land of rice. But where our rice is, where our paddy field is, where our culture is, where our taste is, എവിടെ? കാടെവിടെ മക്കളെ എന്ന് അയ്യപ്പ പണിക്കർ ചോദിക്കുന്ന മാതിരി എവിടെ മക്കളെ? എവിടെ? Above the cash crops, now growing tall like the trees. അങ്ങ് ഉയർന്നുയർന്ന മാനത്തോളം പൊങ്ങാണ് റബ്ബർ മരങ്ങൾ. Since no one here promotes the farming of rice. Everybody promotes cash crops, rubber plants, other like items related with the factory, related to the plantations, related to with making money. പണമുണ്ടാക്കാനുള്ള, പണിശാലകളിൽ കൊടുക്കാനുള്ള വസ്തുക്കൾക്കായിട്ട്. അതാണ് ഇവിടുത്തെ ഉൽപ്പന്നം. കഴിക്കാൻ, കുഞ്ഞിന് കഴിക്കാൻ കൊടുക്കാൻ, വൃദ്ധന്മാർക്ക് കഴിക്കാൻ കൊടുക്കാൻ, ഗർഭിണികൾക്ക് കഴിക്കാൻ കൊടുക്കാൻ. where the rice is, എവിടെ അരി? and take a bag and go to ration shop. Is there rice? ഉണ്ടോ? full of perhaps that stale, എപ്പോഴോ ആരോ എവിടെയോ ഉണ്ടാക്കി വെച്ച് കീടനാശിനി അടിച്ച് 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 മണവും ഗുണവും പോയി കഴിഞ്ഞ ആർക്കും വേണ്ടാത്ത, പശുക്കൾക്ക് പോലും കൊടുത്താൽ മുഖം തിരിക്കുന്ന തരത്തിലുള്ള റേഷൻ അരി. That is the present situation. അത് ചോദിക്കാൻ, to get that rice, that ration rice that you ought and stale, പഴകി ജീർണിച്ച ആ മണക്കുന്ന കെട്ട അരിക്ക് വേണ്ടി മുഖ്യമന്ത്രി പറക്കാണ്. അപ്പ് ആൻഡ് ഡൗൺ, അങ്ങോട്ടും ഇങ്ങോട്ടും. ആൻഡ് വി ജസ്റ്റ് ഫോർഗോട്ട് all that things. നമ്മളതൊക്കെ മറന്നേ പോയി. ആൻഡ് അവർ തോട്ട് ഈസ് ഓൾസോ ഹൗ ടു മേക്ക് മണി, ഹൗ ടു മേക്ക് മണി, ഹൗ ടു മേക്ക് മണി. എങ്ങനെ പണം ഉണ്ടാക്കാം, എങ്ങനെ പണം ഉണ്ടാക്കാം. നോ പാഡി, നെല്ലില്ല. നോ റൈസ്. അതുകൊണ്ട് പിന്നെ നോ തോട്ട് ഓഫ് അത്തിക്കര റൈസ്, നോ തോട്ട് ഓഫ് മോഡേൺ, നോ തോട്ട് ഓഫ് വെള്ളാർ. കൺക്ലൂഷൻ. Can we get some husk from the center? Again, the deep satire. മുഖ്യമന്ത്രി ആ പോകുന്ന കൂട്ടത്തിൽ
കുറച്ച് ഉമിയും കൂടി ചോദിക്കുമോ? And this man took a degree and PG and suppose PhD in making toys by using that husk, where there is no paddy, no rice, from where he will get that husk? നെല്ലില്ലാത്ത നാട്ടിൽ, അരിയില്ലാത്ത നാട്ടിൽ ഉമി എവിടുന്ന് കിട്ടും? Can this chief minister go and claim for some husk? ഈ മുഖ്യമന്ത്രിക്ക് വടക്കേ ഇന്ത്യയിൽ പോയിട്ട്, ഡൽഹിയിൽ പോയിട്ട്, കേന്ദ്ര ആസ്ഥാനത്തിൽ പോയിട്ട് ഉമിക്ക് ചോദിക്കാൻ കഴിയുമോ? അതാണ് ചെമ്മനം ചാക്കോ. അതാണ് അദ്ദേഹത്തിൻ്റെ ഈ കവിതയിലെ മർമ്മമായ കാര്യം. ആക്ച്വലി ശരിക്കും നോക്കിയാൽ ചിന്തിപ്പിക്കുന്നത്, മേക്ക് us think, make us actually hate this situation. ഈ അവസ്ഥാവിശേഷത്തെ വെറുത്തു പോകുന്നൊരു അവസ്ഥ. അതാണ് ചെമ്മനം ചാക്കോ നമുക്ക് തരുന്ന ചോദ്യങ്ങൾ. ഇതും കൂടി അദ്ദേഹം ചോദിക്കുമോ? ടു മേക്ക് ടോയ്സ് വിത്ത് ഇറ്റ്. എങ്കിലല്ലേ, ആ ഉമി കിട്ടിയെങ്കിലല്ലേ. ഹിയർ നോ പാഡി, നോ റൈസ്, നോ ഹസ്ക്, ദാറ്റ് ഈസ് നോ നെല്ല്, നോ അരി, നോ ഉമി. യെസ്, then what this young man can do in his future life, what job he will get, what job he can do. എന്ത് ജോലിയാണ് ഈ പയ്യൻ ചെയ്യുക? ഈ വർത്തമാനകാലത്തെ ഈ ഏറ്റവും പുതിയ ഈ സബ്ജക്റ്റ് ടോപ്പിക്ക് പഠിച്ചു, ഡിഗ്രി എടുത്തു, PG എടുത്തു. അതിൽ നമ്മുടെ നാട്ടിൽ എത്ര ചെറുപ്പക്കാർ ബിടെക് കഴിഞ്ഞ്, എംടെക് കഴിഞ്ഞ് വീണ്ടും +2കാരൻ്റെ കൂടെ ബാങ്കിങ് റിക്രൂട്ട്മെൻറ്റിന്, LD ക്ലർക്ക് പരീക്ഷയ്ക്ക് പ്രാക്ടീസ് ചെയ്യുന്നു. വാട്ട് ജോബ് ടു ഗെറ്റ്? ഡിപ്ലോമയ്ക്കും ഡിഗ്രിക്കും ബിടെക്കിനും പോളിമറും മറ്റും പഠിച്ചിട്ട്, പോളിമർ റിലേറ്റഡ് വിത്ത് റബ്ബർ പ്ലാന്റ്, അതാണ് പോളിമർ. I know. I have taught at the government women's polytechnic colleges all over Kerala. What the use of it now? എന്താണ് കാര്യം? ഒരു കാര്യവുമില്ല. So he says about the uselessness of the present thoughts, money making thoughts, and actually no plan, പ്ലാനില്ലാത്ത പദ്ധതികൾ, എന്താണെന്നറിയാത്ത പദ്ധതികൾ. വൺസ് അഗെയിൻ കൺക്ലൂഷൻ. ക്യാൻ വി ഗെറ്റ് സം ഹസ്ക് ഫ്രം ദി സെൻറ്റർ? മുഖ്യമന്ത്രി അദ്ദേഹം പോയിട്ട്, കേന്ദ്രത്തിൽ പോയിട്ട് അരി ചോദിക്കുമ്പോൾ കുറച്ച് ഉമി കൂടെ ചോദിക്കുമോ? ടു മേക്ക് ടോയ്സ് വിത്ത് ഇറ്റ്? ഐ ഡോണ്ട് നോ. എനിക്കറിയില്ല. വാട്ട് ഐ ആം ഗോയിങ് ടു ഡു, വാട്ട് ഐ ക്യാൻ ഡു, ഫ്രം വേർ വിൽ ഐ ഗെറ്റ് ദിസ് ഹസ്ക്? എനിക്ക് അരി വേണ്ട, അത്തിക്കര റൈസ് വേണ്ട, മോഡൻ വേണ്ട, വെള്ളാരൻ വേണ്ട, സം റൈസ്, സാധാരണ അരി. ഇനി അതും പോട്ടെ, സം ഹസ്ക്, കുറച്ച് ഉമി കിട്ടിയെങ്കിൽ ഐ ക്യാൻ ഡു മൈ വർക്ക് ആൻഡ് ലിവ്. ആൻഡ് നോ പാഡി, നോ റൈസ്, നോ ഹസ്ക്, ദാറ്റ് മീൻസ് നോ ലൈഫ്. ഇതാണ് ഈ പദ്യം നമുക്ക് തരുന്ന മോറൽ മെസ്സേജ്. ലെറ്റ് us conclude it here. The poem Rise by the great poet Chemmanem Chakko and translated by another Malayalam poet, that is Ayyappa Panikkar. Thank you for hearing it.